Children, so today we are going to learn about paper chromatography. So before holidays we have discussed about different types of solutions, right? So what is a solution? Then when a solute is dissolved in a solvent, we will get a solution, and the properties of a solution are it should be transparent, right? The most important property is it should be ട്രാൻസ്പെറൻറ്റ് അല്ലേ. ഒരു സൊല്യൂഷൻ്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ലൈറ്റ് അതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു study how to separate this dissolved substances. That is, we know that the solution is a mixture അല്ലേ. അവിടെ ഒരു മിക്സ്ചർ ആണ്, ഇറ്റ്സ് നോട്ട് എ കോമ്പൗണ്ട്, ദേ ആർ ജസ്റ്റ് മിക്സ്ഡ് അല്ലേ. അവിടെ ഒരു കെമിക്കൽ ബോണ്ടിങ്ങോ ഒന്നും നടക്കുന്നില്ല, ജസ്റ്റ് മിക്സ് ചെയ്തിരിക്കുകയാണ്. സോ ദേ ആർ മിക്സ്ചേഴ്സ്. സോ വി ഹാവ് സ്റ്റഡീഡ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ടു സെപ്പറേറ്റ് മിക്സ്ചേഴ്സ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഒരു റൈസിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ, സ്റ്റോൺസ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹാൻഡ് പിക്കിംഗ് മെത്തേഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ വിനോയിങ് പ്രോസസ്സ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇഫ് യു ഹാവ് ടു സെപ്പറേറ്റ് സോൾട്ട് ഫ്രം വാട്ടർ, നമ്മൾ ഡിസ്റ്റിലേഷൻ അല്ലേ, ഇവോപ്പറേറ്റ് ചെയ്തത് വാട്ടറിനെ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ വാട്ടർ വേപ്പറായി പോകും, ബാക്കി റിമൈനിങ് ഉള്ളത് സോൾട്ടാണ്. സോ അപ്പോൾ ഇതെല്ലാം ഒരു മെത്തേഡാണ് ടു സെപ്പറേറ്റ് മിക്സ്ചേഴ്സ്. സോ അതുപോലൊരു മെത്തേഡാണ് ക്രോമറ്റോഗ്രാഫി. ഓക്കെ, വാട്ട് chromatography. So use paper chromatography to separate dissolved substances. Interpret chromatogram. Okay, so use scientific language accurately. So draw diagram to show the way you could separate mixtures that involve solutions. സോ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഡിസ്റ്റിലേഷൻ ഒക്കെ ഒരു മെത്തേഡാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, റിവിഷൻ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റിലേഷൻ ഇസ് എ മെത്തേഡ് ടു സെപ്പറേറ്റ് സൊല്യൂഷൻ. സോ നമ്മളിനി അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് പേപ്പർ ക്രോമറ്റോഗ്രാഫി. സോ കളർ ഇൻ ഇങ്ക്. So black color ink looks as if it's just one color അല്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ക് ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതിൽ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തോന്നും, ജസ്റ്റ് ഒരു കളറേ അതിലുള്ളൂ എന്ന് തോന്നും. ഇൻ ഫാക്ട് ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് കളേർഡ് ഇങ്ക്സ്. യു ക്യാൻ സെപ്പറേറ്റ് ഔട്ട് കളേർഡ് ഇങ്ക്സ് ബൈ യൂസിങ് എ ടെക്നിക് കോൾഡ് പേപ്പർ ക്രോമറ്റോഗ്രാഫി. ഓക്കെ, സോ സോ വി ക്യാൻ സെപ്പറേറ്റ്. അപ്പോൾ ആ ബ്ലാക്ക് ഇങ്ക് കളറിനെ നമുക്ക് ഈസി ആയിട്ട് പേപ്പർ ക്രോമറ്റോഗ്രാഫി യൂസ് ചെയ്തിട്ട് ആ കളേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു ടെക്നിക്കിനെയാണ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് വാട്ട് പേപ്പർ ക്രോമറ്റോഗ്രാഫി. സോ ഫോർ ദാറ്റ് വി നീഡ് എ സ്പെഷ്യൽ paper. It's a bit like a filter paper is used. So look at the photograph on the right. A small drop of a black ink is placed on a paper. ഇവിടെ നമുക്കൊരു ബീക്കർ കാണാൻ പറ്റും, അതിൻ്റെ ഉള്ളൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. സോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ. സോ a small drop of black ink has been placed on the paper, and we can see that the water in the beaker has soaked into the paper. Okay, so as the water moves up, ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടോ, അതായത് ഇവിടെ ഇതുവരെയാണ് വാട്ടർ ഉള്ളത്. സോ അതിൻ്റെ ജസ്റ്റ് എബവ് ആയിട്ടാണ് നമ്മളൊരു ലൈനിൽ ഒരു സ്പോട്ട് വെച്ചിരിക്കുന്നത്. സോ ആസ് വി നോ ദാറ്റ് ദ വാട്ടർ വിൽ റൈസ് ത്രൂ ദിസ് പേപ്പർ. ആ റൈസിനെയാണ് നമ്മൾ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ജസ്റ്റ് എ റൈസ് ഓഫ് എനി ലിക്വിഡ് അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി ഇസ് നോൺ ആസ് കാപ്പിലറി റൈസ്. അത് നമ്മൾ കൂടുതലായിട്ട് ഹയർ ക്ലാസ്സസിൽ പഠിക്കും. So here we can say that this is capillary rise, and the water will rise through this particular paper. So as the water reaches this ink, it will be separated to different colors if it contains different colors. അതിൽ കുറേ കളേഴ്സ് ഉണ്ടെങ്കിൽ അതങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് പോകും. So as the water moves up the paper, the different colored ink that make black ink separates out, and the resulting image on the paper is called chromatogram. അങ്ങനെ ആ റിസൾട്ടഡ് ഇമേജിന് ആ പേപ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് chromatogram. So the color inks separate because the water dissolves them. So here we know that water is what? A solvent. So as the water moves up the paper, it carries the ink, the particles with it, and the different kinds of ink particles are carried at different distance before they are left behind on the paper. കണ്ടോ, ഇപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ഈ വാട്ടർ ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ബ്ലൂ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ മൂവ് ചെയ്യുന്നുള്ളൂ, യെല്ലോ കുറച്ചും കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. സോ ഓരോ കളറിൻ്റെയും ആ ഒരു ഡിസോൾവിങ് കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. സോ ദിസ് ഇസ് ബിക്കോസ് നോട്ട് ഓൾ ഇങ്ക് പാർട്ടിക്കിൾ ഹാവ് ദ സെയിം സൊല്യൂബിലിറ്റി അല്ലേ. ഓരോ പാർട്ടിക്കിളിനും ഓരോ രീതിയിലാണ് സൊല്യൂബിലിറ്റി ഉള്ളത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്കവിടെ വരുന്നത്.
So this is because not all the ink particles have the same solubility, and the more soluble ink, the further the particles are carried. In the photograph below, you can see the different colored ink that make up the ink in 3 different colored pens: green, black and red. Okay, so here you can see in the photograph we can see the green color, you can see different colored inks that make up ink in 3 different colored pens: green, black and red. Some ink is not soluble in water, such as that is permanent marker. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ബ്ലാക്ക് ഇങ്ക് വാട്ടറിൽ സൊല്യൂബിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് സെപ്പറേറ്റഡ് ആയത്. സോ അങ്ങനെ വാട്ടറിൽ സൊല്യൂബിൾ ഇല്ലാത്ത ഇങ്ക്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോൾവെൻ്റ് ആണ് ആൽക്കഹോൾസ്. ഓക്കെ, സോ ടു സെപ്പറേറ്റ് ഔട്ട് ദ കളേഴ്സ് ഇൻ ദീസ് ഇങ്ക് യു വുഡ് യൂസ് ഡിഫറെൻറ്റ് സോൾവെൻറ്റ്സ് സച്ച് ആസ് ആൽക്കഹോൾ. സോ ഹിയർ ഇറ്റ് ഇസ് എ മെത്തേഡ് ടു സെപ്പറേറ്റ് ഒരു പെർട്ടിക്കുലർ കളേഴ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് വാട്ട്, ക്രോമറ്റോഗ്രാഫി. ഓക്കെ, സോ ക്രോമറ്റോഗ്രാഫി. സോ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ഹൗ ടു ഡു ദിസ് എക്സ്പെരിമെൻറ്റ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. സോ ഫോർ ദാറ്റ് വി നീഡ് എ ക്രോമറ്റോഗ്രാഫി പേപ്പർ ഓർ എ ഫിൽറ്റർ പേപ്പർ, എ ബീക്കർ, എ വാട്ടർ, a pencil and a ruler, and glass wood or a wood spill, ink or a pen, various other inks or food dyes and a pipette. So take a strip of chromatography paper and draw a pencil line about 1 centimeter from the end. അതായത് നമ്മളിങ്ങനെ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് here we have to draw a pencil line. Okay, so first we have to take a chromatography paper and then we have to draw a pencil line. സോ ഈ പെൻസിൽ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് വിച്ച് ഷുഡ് ബി 1 centimeter ഫ്രം ദ എൻഡ്. അതായത് ഇവിടെ നിന്ന് 1 centimeter എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് നമ്മൾ പെൻസിൽ ലൈൻ വരയ്ക്കേണ്ടത്. പ്ലേസ് എ സ്പോട്ട് ഓൺ ദ ഇങ്ക് ഓൺ ദ പെൻസിൽ ലൈൻ. ഇപ്പം നമുക്ക് ഏതിനെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഇങ്കിനെ നമ്മൾ കറക്റ്റായിട്ട് ആ സ്പോട്ടിൽ വയ്ക്കുക. ഇപ്പം നമുക്ക് ഇങ്ക് മാത്രമല്ല, ഒരു ഇപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുഡ് ഡൈ, ആ ഫുഡ് ഡൈനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതും ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. സോ ഏതിനെയാണോ നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. സപ്പോസ് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫുഡ് ഡൈ പ്യുവർ ആണെങ്കിൽ അതിൽ ഒരു സബ്സ്റ്റൻസേ ഉണ്ടാവുള്ളൂ, അതപ്പോൾ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റഡ് ആയി കിട്ടില്ല. സോ അതിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ക്രോമറ്റോഗ്രാഫി യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ടേക്ക് എ ക്രോമറ്റോഗ്രാഫി പേപ്പർ, ദെൻ വി ഹാവ് ടു ഡ്രോ എ പെൻസിൽ ലൈൻ which is 1 centimeter from the end, and then we have to draw the spot, we have to drop a spot of ink on the pencil line, and കറക്റ്റ് പെൻസിൽ ലൈനിൽ തന്നെ നമ്മൾ വെക്കണം. ആൻഡ് ഡ്രൈ ദ സ്പോട്ട് ആൻഡ് ദെൻ ആഡ് ലിറ്റിൽ മോർ ഇങ്ക്. അത് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ആഡ് ചെയ്യുക, ഇങ്ക് ആഡ് ചെയ്യുക. സോ പ്ലേസ് അബൌട്ട് 2 centimeter ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ എ ബീക്കർ. ആൻഡ് നമ്മൾ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീക്കറിൽ 2 centimeter ഡെപ്തിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യണം. ആൻഡ് ഹാങ് ദ പേപ്പർ ഓവർ എ ഗ്ലാസ് റോഡ് ഓർ എ പെൻസിൽ ഓർ എ വുഡ് സ്പിൽ സോ ദാറ്റ് ദ എൻഡ് വിത്ത് ഇങ്ക് സ്പോട്ട് ഇസ് ജസ്റ്റ് ഇൻ ദ വാട്ടർ. അതായത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഡ്രോപ്പ് ചെയ്ത ആ ഒരു പെൻസിൽ ലൈൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആ ഡ്രോപ്പ് ചെയ്ത ഇങ്ക് നമ്മൾ വാട്ടറിലോട്ട് ഫസ്റ്റ് തന്നെ ഡയറക്റ്റ്ലി ഇമേഴ്സ് ചെയ്യാനായിട്ട് പാടില്ല. കണ്ടോ, ജസ്റ്റ് ആ ഒരു വാട്ടർ തൊട്ട് മുമ്പ് വരെ ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. ആ വാട്ടർ റൈസ് ചെയ്ത് വന്നിട്ട് വേണം അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ, അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഡിപ്പ് ചെയ്യാൻ പാടില്ല. മേക്ക് ഷുവർ ദാറ്റ് ഇങ്ക് സ്പോട്ട് സ്റ്റേസ് എബവ് ദ ലെവൽ ഓഫ് വാട്ടർ. ദിസ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. എപ്പോഴും നമ്മൾ ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ക് ലൈൻ അല്ലെങ്കിൽ ഇങ്ക് സ്പോട്ട് വാട്ടറിൻ്റെ എബവ് തന്നെ ആയിരിക്കണം. ഓക്കെ, സോ watch what happens as the water moves up the strip of water and remove, and അപ്പോൾ ഇങ്ങനെ വാട്ടർ ഇതിൽ കൂടെ പോകുന്ന സമയത്ത് അപ്പോൾ അത് ഡിസോൾവ് ആയിട്ട് if it contain different colors അങ്ങനെ different colors ആയിട്ട് റിമൂവ് ആവും. So allow the strip to dry and then stick into your book. This is your chromatogram. So first നമ്മൾ എന്താ ചെയ്യേണ്ടത്, we have to take a chromatography paper or a filter paper, and then we have to draw a pencil line which is 1 centimeter from the end, and then we have to spot an ink on the pencil line എന്നിട്ട് ഡ്രൈ ആക്കുക. എന്നാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും ഒരു ഡ്രോപ്പ് ഇങ്ക് ആഡ് ചെയ്യുക. ആൻഡ് പ്ലേസ് അബൌട്ട് 2 centimeter ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ എ ബീക്കർ. എന്നൊരു ബീക്കർ എടുത്തിട്ട് അതിൽ വാട്ടർ ആഡ് ചെയ്യുക. എത്ര, ഒരു 2 centimeter അത്ര ഉള്ള ഒരു വാട്ടർ ആഡ് ചെയ്യുക. ആൻഡ് ദെൻ
നമ്മൾ ശ്രദ്ധിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം ഇത് കെയർഫുള്ളി നമ്മൾ വി ഹാവ് ടു ഇമേഴ്സ് ദിസ് ക്രോമറ്റോഗ്രാം. അത് കെയർഫുള്ളി ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു പെർട്ടിക്കുലർ അതായത് നമ്മുടെ ഈ ഒരു ഇങ്ക് സ്പോട്ട് വാട്ടറിൽ ടച്ച് ചെയ്യരുത്. ഇറ്റ് ഷുഡ് ബി എബവ് ദ വാട്ടർ ആൻഡ് അലൗ ആൻഡ് റിമൂവ് ആൻഡ് the water should move up the strip of the water, and it will be, colors will be separated if it contains color. So we can try with different different colors അല്ലെങ്കിൽ different inks അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. So you can try this with all sort of colored liquids, different inks as food dyes, especially from sweets or food syrup, and very good. You could also try this permanent marker pens that have ink that is not soluble in water. അതായത് ചില കേസസിൽ നമുക്കറിയാം വാട്ടർ സൊല്യൂബിൾ ആയിരിക്കില്ല. സോ അങ്ങനത്തെ കേസസിൽ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഹാവ് വാട്ടർ, വി ഹാവ് ടു യൂസ് ഓർഗാനിക് സോൾവെൻറ്റ്സ്, ആൽക്കഹോൾസ് യൂസ് ചെയ്യണം. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, so when comparing different substance, scientists may use a large piece of chromatography paper and place spots of different items alongside each other. So the scientist will allow the solvent to move up through all the samples at the same time, and to do this the paper need to be placed in a large chromatography tank. അതിപ്പോൾ നമ്മൾ ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന പോലെയല്ല ലാർജ് സ്കെയിലിൽ ചെയ്യുമ്പോൾ, അതായത് കുറേ പോയിൻറ്റ്സ് വയ്ക്കും, എന്നിട്ട് കണ്ടോ ഒരുപാട് ഇമേജസ് നമുക്കതൊന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. So chromatogram shows here has been produced using this technique, and it shows the colors in a number of different felt tip pens. Scientists use chromatography to study the dyes used in food. അല്ലേ, ഞാൻ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സം ഫുഡ് ഡൈ കണ്ടെയ്ൻ ഓൺലി വൺ സബ്സ്റ്റൻസ്, ദേ ആർ പ്യുവർ സബ്സ്റ്റൻസ്. അല്ലേ, ഒരൊറ്റ അതായത് ഒറ്റ കളറേ ഉണ്ടുവെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഇറ്റ് വിൽ ബി പ്യുവർ എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ എക്സാക്ട്ലി വാട്ട് ഈസ് ബീങ് യൂസ്ഡ്. Our food is processed, we need to know if any substances could be a health risk. For example, they could be toxic or cause allergic reaction. So അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രോമറ്റോഗ്രാഫി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതായത് ഇതിൻ്റെ പ്യൂരിറ്റി അത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ ടുഡേ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു നോട്ട് ഡൗൺ ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ PDF നോക്കിയിട്ട് ഈ സ്റ്റെപ്സ് അങ്ങനെ നിങ്ങളുടെ റെക്കോർഡിൽ എഴുതണം. ആൻഡ് യു ഹാവ് ടു ഡ്രോ ദിസ് ഡയഗ്രാംസ് ഓൾസോ. ഓക്കെ, ഈ ആക്ടിവിറ്റി അങ്ങനെ നിങ്ങൾ റെക്കോർഡിൽ നോട്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് ഈ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക. Okay, I hope this is clear. If you have any doubt, you can message me, children. Thank you.